ഹംദാൻ, എന്റെ കുഞ്ഞുവാവ ഉറങ്ങി നീറ്റിരിക്കുകയാണ്. ഹലോ, ഇതാരാ? ഹംദാൻ ഷെയ്ക്കല്ലേ നിങ്ങള്? ചിരിക്കുന്നത് ദുബായ് ഷെയ്ക്കാണോ? ഷെയ്ക്കാണോ? ഇഷ്ടമല്ല. എന്ത് ചിരിക്കാം ചിരിക്കാം. ഇനി നമുക്ക് കാണാൻ റൂമല്ലേ ബാക്കിയുള്ളൂ. അംദാൻ വരെ വീട് കാണിച്ചുകൊണ്ടാ. അംദാനെ നോക്കുന്നത് ഉമ്മ തന്നെ ആയിരിക്കും അല്ലേ? ആ, എന്റെ മമ്മിയാണ് കൂടുതലും, പിന്നെ സിസ്റ്റേഴ്സ്. ഇതെന്റെ ഡാഡിയുടെയും മമ്മിയുടെയും ബെഡ്റൂമാണ്. ഈ ഒരു എന്താ പറയാ, ഇതും നല്ല മാച്ച്. അതങ്ങനെ കോ ഇൻസിഡന്റ് ആയിട്ട് വന്ന കാര്യമാണ്. അതെ, വിരിച്ചിട്ടൊന്നുമല്ല. ആ, പിന്നെ അവിടെ ഒരു ഡ്രസ്സിംഗ് ഏരിയ. ഇത് മമ്മിക്ക് മാറ്റാനാ? ആ, മമ്മി ഡാഡി. മമ്മിക്ക് ഡാഡിക്കും കൂടി മാറ്റാൻ വേണ്ടി ഒരു ഏരിയ അല്ലേ? ഇതാരാ? വീണ്ടും ഷംന. ഇത് ഷംനയാണോ? പിന്നെ ആണോ? എന്തൊരു ചേഞ്ച്. അങ്ങനെ ഇത് പറയരുത്. എത്ര ഞാൻ പറഞ്ഞില്ലേ 14 years അതെ, ഇത് 14 years ബാക്ക്. ഇത് ഇവിടെ നോക്കിയ ഭാവന. അയ്യോ, അവിടെ നോക്കിയ ഭവീന പോലെ ഉണ്ടെന്ന്. ആ, ഭാവന പോലെ ഉണ്ട്. നിങ്ങൾ നോക്കണോ ശരിക്കും? ഇതിനൊരു ഭാവന കണ്ടില്ലേ? അതെ, അതിനൊരു ശരിക്കും ഭാവന അസിൻ തമ്മിലൊരു ചായ ഉണ്ട്. ഉണ്ടോ? ഉണ്ട്, എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. തോന്നി. ഭാവനെ പോലെ ഉണ്ടെന്ന് പറഞ്ഞാൽ സന്തോഷമായി. കാരണം ഞങ്ങള് നല്ല ഫ്രണ്ട്സ് ആണ്. അപ്പം പിന്നെ ഭവീനെ പോലെ ഉണ്ടെന്ന് ഹാപ്പി. അല്ലേ? നമ്മൾ എവിടെ തപ്പിയിട്ടും കാണാത്തൊരു സംഭവം കിട്ടി. ഇതാ ഇക്കാന്ന് പറഞ്ഞ നെഞ്ഞത്തൊക്കെ ഇട്ട് നടന്നിട്ട് ഒരു ഫോട്ടോ പോലും ഇല്ല. ഇപ്പോഴാണ് ഇക്കയുടെ ഫോട്ടോ കിട്ടിയത്. നൈസ്. ഇത് നിങ്ങളുടെ ഗോൾഡൻ വിസ ആണോ? അതെ, എന്റെ ഗോൾഡൻ വിസ കിട്ടിയ സമയത്ത് ഉള്ള ഫോട്ടോ ആണിത്. ഗോൾഡൻ വിസയ്ക്ക് വേണ്ടിട്ടല്ലേ പോയിരുന്നത്? എന്നിട്ടല്ലേ കണ്ടത്? പക്ഷെ ആ സമയത്ത് ഒരു അറബി മരിച്ചതുകൊണ്ട് എനിക്ക് ഗോൾഡൻ വിസ സ്റ്റാമ്പ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഞാൻ കല്യാണം കഴിഞ്ഞ് പ്രഗ്നന്റ് ആയിരിക്കുമ്പോഴാണ് എനിക്ക് ഗോൾഡൻ വിസ വാങ്ങാൻ പോയ ആള് ഗോൾഡൻ വിസ കിട്ടുമ്പോഴത്തേക്ക് ഇത് ഇങ്ങനെ ഇത് ആരെങ്കിലും ഗോൾഡൻ വിസ ആകുമ്പോഴത്തേക്ക് ഇങ്ങനെയായി. വിസയായി കേട്ടോ. വിസ അടിച്ച് കൈ ഇതിൽ എന്റെ ഭയങ്കര മൊഞ്ചനാണ്. അല്ലെങ്കിൽ മൊഞ്ചനല്ലേ? ഭയങ്കര മൊഞ്ചൻ തന്നെയാ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇപ്പൊ നല്ല രസമുണ്ട്. ഇതെന്താ മെഴുകുതിരിക്കുമ്പോ? ആ, ഇത് പണ്ട് വെച്ചാല് നമ്മുടെ വീട്ടിൽ കൂടുന്ന സമയത്ത് ദുബായിന്ന് ഒരുപാട് സാധനം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ഈ കാൻഡിൽ സ്റ്റാൻഡ് ആണ് മെഴുകുതിരി വെച്ച് ഇങ്ങനെ. ഞാൻ വിചാരിച്ചത് ഞാൻ സൂപ്പർ ഡാൻസർ ചെയ്യുമ്പോൾ എന്റെ ഒരു പ്രോപ്പർട്ടി റൗണ്ടില് ഞാൻ കാൻഡിൽ സ്റ്റാൻഡ് ഡാൻസ് ചെയ്ത മയ്യ എന്ന് പറഞ്ഞു. തലയിൽ വെച്ചിട്ടോ? തലയിൽ വെച്ചിട്ടോ. ഇത് തലയിൽ വെച്ചിട്ടോ? ഇതല്ല, അത് വേറെ ഒരു അറബിക് സാധനം. അതിന്റെ വേറൊരു വേർഷൻ ആണ്. ഓക്കെ. ഇത് എന്റെ കുഞ്ഞിന്റെ കിറ്റ്. എല്ലാം ഉണ്ട്, മെഡിസിൻസ് എല്ലാം പുള്ളിക്കാരൻ ഇങ്ങനെ റെഡി ആക്കി വെക്കും. എല്ലാം വെക്കും, എപ്പോഴും ആവശ്യം വരാൻ പറ്റില്ലല്ലോ അല്ലേ? ഇത് എന്താണ്? ഇവിടെ ചോർച്ച വല്ലതുണ്ടോ? ഇത് സത്യം പറഞ്ഞാൽ എനിക്ക് കൊടനോട് കുറച്ച് ക്രേസ് എന്നല്ല. നമ്മള് സ്കൂളിൽ പഠിക്കുമ്പം ഇത്ര വെറൈറ്റി ഒന്നും വാങ്ങിച്ചു തരാൻ കാശുണ്ടായിരുന്നില്ല. അപ്പം വാങ്ങിച്ചും തരില്ലായിരുന്നു. ഒരു കുട ചിലപ്പോ 2 കൊല്ലം 3 കൊല്ലൊക്കെ ഉപയോഗിക്കണം. അപ്പം ഇപ്പം ഇങ്ങനത്തെ വെറൈറ്റി കുടകളൊക്കെ പൈസ ആയതുകൊണ്ട് മാത്രമല്ല, ഇങ്ങനെ ഇതെനിക്ക് മമ്മി വാങ്ങിച്ചതാണ് ഒരു പ്രാവശ്യം. നൈസ്.